ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ. എല്ലാവരും മുന്നേ നല്ല ഭംഗിയായിട്ട് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റുള്ളവർ അറിയാണ്ട് ചെയ്യുന്ന കുറേ ട്രീറ്റ്മെന്റ്സ് ആയാലും നമുക്ക് ഹോം റെമഡീസ് ആയാലും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ സ്കിന്നായാലും നമ്മൾ ഹെയറിനായാലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഞാനും ചെയ്യാറുണ്ട്. പലതവണ നമ്മൾ അങ്ങനെ പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ സ്കിന്നിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ മെയിൻ ആയിട്ട് ഹെയറിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹെയറിന്റെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഹെയർ ഫോൾ. അതെ, മുടി കൊഴിച്ചിൽ തന്നെ. ഈ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ പണ്ടായാലും ഇപ്പോഴായാലും, ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പൊ നമ്മൾ സലൂണിൽ പോയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിന് ഹെയർ ഫോളിന്റെ പ്രോബ്ലം എന്താണെന്ന് പോലും നമുക്ക് അറിയാണ്ടാണ് നമ്മൾ ഈ ഓരോരോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. എന്നിട്ടും ഹെയർ ഫോൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ട്രീറ്റ്മെന്റിന് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഹെയർ ഫോളിന്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ മെയിൻ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് ഹോം റെമഡീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹെയർ ഫോളില് പല കാരണങ്ങളത്തെ വരാം. അതിപ്പോ ശരിക്കും എന്താ പറയാ, ടെൻഷൻ കൊണ്ട് വരാം, ഉറക്കം ശരിയല്ലാണ്ട് വരാം, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ വരാം. ഈ ഹെയർ ഫോളിൽ തന്നെ 3 തരം ഹെയർ ഫോൾ ഉണ്ട്. ഇപ്പൊ നോർമൽ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ ഒരു 2-3 നമുക്ക് ഡെയിലി കിട്ടുന്നത് അത് ഹെയർ ഫോൾ ആയിട്ട് കൂട്ടില്ല. അത് 1-2 മുടി ഒരു മനുഷ്യന്റെ തലേന്ന് കൊഴിഞ്ഞ് വീണില്ലെങ്കിൽ മനുഷ്യനല്ല സത്യം പറയാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലേക്കുള്ള ഒരു ഹെയർ ഫോൾ. മീഡിയം ലെവലിൽ പറയുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടാന്ന് പറയുന്നത്. ആ കൂടുതൽ കിട്ടുന്നതിനാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോം റെമഡീസിന്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് മാറാവുന്ന ട്രീറ്റ്മെന്റ്, ആ ഒരു ഹെയർ ഫോൾ മാറാവുന്ന അത്രേ ഉള്ളൂ. പിന്നത്തെ ഘട്ടം എന്ന് പറയാണ്, 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വല്ലാണ്ട് അങ്ങോട്ട് ഹെയർ ഫോൾ. നമ്മളിപ്പോ ബെഡിന് കിടക്കായാലും തലോണര അവിടെ നിറയെ മുടികൾ വെറുതെ ഇങ്ങനെ, അതുപോലെ നിലത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിലത്ത് ഇങ്ങനെ കുറേ കൊഴിഞ്ഞു കിടക്കുക. അങ്ങനെ നമുക്ക് കൈ വെറുതെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് കുറേ മുടി കയ്യിൽ കിട്ടുക. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഹെയർ ഫോൾ ആയിട്ട് കൂട്ടില്ല, അതൊരു അസുഖമായിട്ട് തന്നെ കൂട്ടുക. അതിന് പ്രത്യേകിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് നേരിട്ട് പോയിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതിൽ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നോർമൽ നമുക്ക് സലൂണിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് ഹോം റെമഡീസോ ചെയ്യുമ്പോൾ നിൽക്കുന്ന ഹെയർ ഫോൾ അല്ല അത്. അപ്പൊ അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഈ മീഡിയം ഹെയർ ഫോൾ അല്ലെങ്കിൽ ഒരു 2-3 ഹെയർ ഫോൾ കിട്ടുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് യൂസ് ചെയ്യാം. ഇനി ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഹെയർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റോസ്മേരിയും ഉലുവയും. ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു ഹരമാണ്. പണ്ടൊക്കെ അത് പറയുമ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. തലേദിവസമൊക്കെ വെള്ളത്തിൽ കുതിർന്നിടുക, അതുപോലെ പിറ്റേ ദിവസം അത് തേക്കുക. അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വാഷ് ചെയ്യാൻ പെടുന്ന പാട്, എത്രയോ പൊട്ട സ്മെല്ലായിക്കോട്ടെ, എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ 1-2 വാഷിൽ പോകുന്നതല്ല ഉലുവ. എത്രയോ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം കൃത്യമായിട്ടുള്ളത്. അങ്ങനെ യൂസ് ചെയ്യണവരാണെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അത്രയും വാഷ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു ഉലുവ ഹെയറിന് പോകാനായിട്ട്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് പിന്നെയുള്ളത് ഒരു റോസ്മേരി ആണ്. റോസ്മേരിയും നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. റോസ്മേരി നമുക്ക് നോർമൽ ആയിട്ടുള്ള മേടിക്കാൻ കിട്ടും. ഇത് കൂടാണ്ട് നമുക്ക് ഹെയർ ഓയിൽ ആയിട്ട് കിട്ടും, പിന്നെ റോസ്മേരി വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടും, പല ബ്രാൻഡ്സിന്റെ ഒക്കെ കിട്ടും. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മാമ-എർത്തിന്റെ ബ്രാൻഡിന്റെ ആണ്. ഞാൻ വേറെ ബ്രാൻഡ് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം മാമ-എർത്ത് ബ്രാൻഡിന്റെ തന്നെ ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോ ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ നമ്മളിപ്പോ റോസ്മേരി വാട്ടർ നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ ആവശ്യമില്ല അതിന്റെ. അല്ലെങ്കിൽ ഇപ്പോൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഷാമ്പും കണ്ടീഷണർ. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എന്ന് പറയുമ്പോൾ മസ്റ്റാണ് ഷാമ്പു അല്ലെങ്കിൽ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണർ. ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ റൂട്ടീനിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത്. അപ്പൊ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കൂടുതലും നല്ലത് റോസ്മേരിയുടെ ഹെയർ ഓയിൽ. അത് മാമ-എർത്തിന്റെ തന്നെ കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് റോസ്മേരി മേടിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിന്റെ സ്പ്രേ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പ്രേ റോസ്മേരി വാട്ടർ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ യൂസ് കഴിഞ്ഞിട്ടുള്ള ശേഷം നമ്മൾ യൂസ് ചെയ്യണതാണ് ഷാംപൂ. യെസ്, ഷാംപൂ.
ഇത് രണ്ടും ഒരു ബോട്ടിലാണ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണത് ഷാംപൂ എന്ന് പറയുമ്പോൾ ഇത് ആന്റി ഹെയർ ഫോൾ ഷാംപൂ. ഇതും സെയിം ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് തന്നെയാണ് റോസ്മേരിയും അതുപോലെ തന്നെ മെത്തി ദാന എന്ന് പറയുമ്പോൾ ഉലുവ നമ്മുടെ ഹെയർ ഫോളിക്സിനെ സ്ട്രെങ്തൻ കൂടിയ അപ്പൊ തന്നെ അവിടെ ഹെയർ ഫോൾ റെഡ്യൂസ് ആയി. പിന്നെ നല്ലൊരു ഹെൽത്തി ഹെയർ ഗ്രോത്ത് ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. ഈ ഒരു ഹെൽത്തി ഹെയർ ഗ്രോത്ത് തന്നെ നമുക്ക് റോസ്മേരി ഇൻഗ്രീഡിയൻറ്റിലും ഉണ്ട് കേട്ടോ. പിന്നെ റോസ്മേരിയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നന്നായി നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും, പിന്നെ ഇതിലൊരു ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇച്ചിനെസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനും, നല്ലൊരു സ്ട്രെങ്തൻ റൂട്ട് കിട്ടാനായിട്ട് നല്ലൊരു ഹെൽപ്ഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള ഷാംപൂ ആണ് കേട്ടോ ഈ ഒരു മാമ എർത്തിൻ്റെ. അപ്പം മാമ എർത്തിൻ്റെ ആണ് എനിക്ക് തോന്നണത് ഈ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഷാംപൂ. വേറെ ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ഈ ഒരു മാമ എർത്ത് ബ്രാൻഡ്, കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ട്രസ്റ്റാണ്. ഇപ്പൊ പിള്ളേർക്കായാലും നമ്മൾ വലിയവർക്കായാലും ആർക്കായാലും നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോം റെമഡി യൂസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു ഷാംപൂ എന്നല്ല, ഈ ഒരു മാമർത്ത് ബ്രാൻഡിന്റെ യൂസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ കുറെ കൊല്ലമായിട്ട് ഞാൻ എന്താ പറയാ മാമർത്തിന്റെ വീഡിയോസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെന്തായാലും റോസ്മേരിയുടെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റ്സിന്റെ ഒക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ 2 കൊല്ലം മുന്നേ ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ്മേരിയുടെ ഹെയർ ഓയിൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹെയർ ഓയിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് തീർന്നു, ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാനായിട്ട്. അപ്പൊ എന്തായാലും ഷാംപൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഷാംപൂ ഞാൻ ഓപ്പൺ വരെ ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം അതിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് പറയാന്ന് വെച്ചാൽ ഇതില് റോസ്മേരിയും അതുപോലെ തന്നെ മെത്തി ദാനയാണ്. ഇതേ സെയിം തന്നെ നമുക്ക് കണ്ടീഷണറിലും അവൈലബിൾ ആണ്, റോസ്മേരിയും അത് തന്നെ മെത്തി ദാന കേട്ടോ. അപ്പൊ ഇത് രണ്ടും മെയിൻ ബെനിഫിറ്റ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ആ ഒരു പമ്പിന്റെ കളറില്ല, 2 കളറും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിൽ നിൽക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഇതാണ് ഷാംപൂ ഇതാണ് കണ്ടീഷണർ എന്നുള്ളത് ആ ഒരു കളർ നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഷാംപൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നോർമൽ എല്ലാം ഷാംപൂവിൻ്റെ പോലെ. പക്ഷെ ഷാംപൂ തേക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പമ്പ് ചെയ്യണതിൽ ഒരു അർത്ഥമില്ല. അത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഷാംപൂ ഇട്ടതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഷാംപൂ ചെയ്യാനായിട്ട്. സാധാരണ പലരും ഷാംപൂ ചെയ്യണത് പെട്ടെന്ന് അങ്ങോട്ട് ഷാംപൂ ചെയ്തിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കുളി കഴിച്ച് പെട്ടെന്ന് ഇറങ്ങാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഷാംപൂം അതേപോലെ തന്നെ യൂസ് ചെയ്യണം. 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം എന്നല്ല പറയണേ, എന്നാലും ഒരു കുറച്ച് ടൈമെങ്കിലും നമുക്കപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ചീശായിട്ട് അതൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ എല്ലാ സ്കാൽപ്പിലും ഹെയറിലും എല്ലായിടത്തും എത്തുന്ന പോലെ വിധത്തിൽ വേണം ഷാംപൂ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൽ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യാലോ. അപ്പൊ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം. നോർമൽ വാട്ടറിലാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഹോം റെമഡീസിൽ നമ്മൾ ഉലുവ യൂസ് ചെയ്യുമ്പോൾ കുറേ വെള്ളം എടുത്ത് യൂസ് ചെയ്യുന്ന പോലെ ഇതിൽ യൂസ് ചെയ്യണ്ട, പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു. അപ്പൊ സെയിം ആ ഒരു ഉലുവ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഉലുവയാണ് സംഭവം. ഉലുവ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണവർക്ക് അറിയാം, എന്തായാലും ഒരു ചെറിയൊരു ഡ്രൈനെസ് നമ്മുടെ ഒരു ഹെയറിന് ഫീൽ ചെയ്യും. അപ്പൊ സാധാരണ ഷാംപൂ ഈ ഒരു ഷാംപൂ തന്നെയല്ല, ഏതൊരു ഷാംപൂ യൂസ് ചെയ്താലും ചെറിയൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടൊന്നും ഈ കണ്ടീഷണറോ ഹെയർ മാസ്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്താണ് ഈ ഒരു ഹെയർ മാസ്ക് കണ്ടീഷണർ അത് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു റഫ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷണർ ഇത് 2 ബോട്ടിൽ എങ്ങനെ, ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ്. ഇത് ഇപ്പൊ പുതിയത് വന്നിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. ഇതിന്റെ ലോക്ക്. അപ്പൊ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ പർപ്പസിനും ഇത് ഉപകാരപ്പെടും. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് ഇങ്ങനെ വെച്ചാൽ മതി, അത് അവിടെ ലോക്കായിരുന്നുള്ളൂ. പിന്നെ ബാഗിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇങ്ങനെ പോവില്ല. അപ്പൊ ട്രാവലിംഗ് പർപ്പസിനും നല്ലതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലും സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്, റോസ്മേരി ആൻഡ് മെത്തി ദാന. ഇത് കുറേ നാളായിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്. എനിക്ക് ഇതിൻ്റെ ഡൗട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല, ക്ലിയർ ആയിട്ടുമില്ല. ആർക്കെങ്കിലും ഒക്കെ അറിയുന്ന വെച്ചാൽ ഒന്ന് പറഞ്ഞത് എന്താ ഡൗട്ട് എന്നറിയോ.
നമ്മൾക്ക് റോസ്മേരിയും അതുപോലെ തന്നെ മെത്തിദാനയാണ് ഹെയർ ഓയിലുള്ളത് ഇവരുടെ മാമാർത്തിൻ്റെ. അതേപോലെ തന്നെ ഷാംപൂലും സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് കൂടാണ്ട് കണ്ടീഷണറിലും സെയിം റോസ്മേരി ആൻഡ് മെത്തിദാന, ഈ 2 ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഈ മെത്തിദാന എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് ഡ്രൈ ആവുന്ന സംഭവമാണ് ഹെയറിൽ. പിന്നെ എന്തുകൊണ്ട് ഇത് കണ്ടീഷണറിൽ വെച്ചു എന്നുള്ളത് എൻ്റെ എത്രയോ കൊല്ലത്തെ ഡൗട്ടാണ്, ഇതൊരു ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്തായാലും ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് അത് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത്നെസ്, നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പമ്പിങ് ബോട്ടിലാണ്, അപ്പോൾ പമ്പ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങൾ നമുക്ക് എൻ്റെ ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ പമ്പ് ചെയ്യുമ്പോൾ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഗ്രീഡിയൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഹെയറിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എല്ലായിടത്തും ലെങ്ത് മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം വെച്ചാണ് ഞാനൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കാറുണ്ട്. നോർമലി എല്ലാവരും പറയും 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കണ്ടീഷണർ. പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ സമയം വെക്കാറുണ്ട്. എന്തിനാ വെറുതെ ഈ 2 മിനിറ്റോട്ടും കളയാൻ, ഒരു 2 മിനിറ്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടണത് കിട്ടിക്കോട്ടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടുതൽ ടൈം നിൽക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു കണ്ടീഷണറിന് നമുക്ക് കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഒരു 93% ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇവര് പറയുന്നത്. അത് കാണാനും ഉണ്ട് കേട്ടോ. ഹെയർ ഫോൾ റെഡ്യൂസ് ആയി അപ്പൊ തന്നെ അവിടെ 3 times മോർ സ്ട്രോങ്ങർ ആയി തീരും നമ്മുടെ ഹെയർ. എന്നുവെച്ചാൽ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ടെക്സ്ചർ ആവാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ എൻ്റെ ഹെയർ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ മോളുടെ ഹെയറിലേക്കാണ് കേട്ടോ കൂടുതൽ ഇപ്പോൾ അത് കാണിച്ചു തന്നെ. അപ്പം എൻ്റെ ഹെയർ ട്രീറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ കാണിക്കുക. കാരണം ഓൾറെഡി സ്മൂത്ത് ടെക്സ്ചർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ മോളുടെ ഹെയർ. പിന്നെ ഈ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ റീസൺ തന്നെ മാമ എർത്തിൻ്റെ റോസ്മേരി ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ റോസ്മേരി ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടും മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടീഷണറൊക്കെ അവൾക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണയെ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം സ്കൂളിൽ പോണ കുട്ടിയാണ്, എപ്പോഴും കിട്ടാറില്ല തല, അതാണ് സത്യം. അപ്പം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ച അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമാണ് അപ്ലൈ ചെയ്യുക. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നുവെച്ചാൽ അവളുടെ ഹെയറിന്റെ ഗ്രോത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ മാമർത്തിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് തോന്നിയപ്പോൾ ഒരു 4 കൊല്ലമായി മാമർത്തിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അവളുടെ ഹെയറിലേക്ക് കാണുന്നുണ്ട് കേട്ടോ. വെറുതെ അല്ല അതിനെ പറയണ ഇന്ത്യസ് നമ്പർ 1 ഷാംപൂ ഫോർ ഹെയർ ഫോൾ. ഇത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ 2 കൊല്ലം മുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യണുണ്ട്. അപ്പം വീണ്ടും ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യണതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി ഇതിൻ്റെ സംശയം എത്ര രൂപയാണ്, എവിടെ നിന്ന് മേടിക്കും, എങ്ങനെ മേടിക്കും, ഇതെങ്ങനെ കയ്യിൽ കിട്ടും, ആ ഒരു സംശയം വേണ്ട. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്, ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ, പിന്നെന്താ അങ്ങനെ മിന്ത്ര, പിന്നെ നമുക്ക് എന്തൊക്കെ ഓൺലൈൻ സൈറ്റ് ഉണ്ട് ആ സൈറ്റിലെല്ലായിടത്തും അവൈലബിൾ ആണ്. ഈവൻ നിങ്ങളുടെ നിയറസ്റ്റ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർ മാമർത്തിന്റെ വലുതുണ്ടെങ്കിൽ ഒന്ന് കോമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ മാമർത്തിന്റെ നിയറസ്റ്റ് സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. പക്ഷെ രണ്ടിന് വ്യത്യാസം എന്താണെന്നറിയോ? ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, ഓഫ്ലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല. ഇതിലത്തെ MRP പ്രൈസ് തന്നെ കൊടുക്കണം. ഇപ്പൊ ഇതിന്റെ MRP പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബോട്ടിൽ, ഇപ്പൊ എൻ്റെ കയ്യിൽ 2 കണ്ടീഷണർ അത് അവിടെ ഇരിക്കട്ടെ. ഈ കാണുന്ന ബോട്ടിൽസ് എന്നൊക്കെ പറയുമ്പോൾ 250 ml 250 ml 349 രൂപ ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസും 349. അപ്പോൾ ഈ 349 രൂപ രണ്ടും സെയിം MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും നമുക്ക് നിയറസ്റ്റ് സ്റ്റോറിലേക്ക് പോകുമ്പോൾ. പക്ഷേ നമുക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഈ സെയിം പ്രൈസ് ഉണ്ടാവും. പിന്നെ സൈറ്റിൽ പോയിട്ട് മേടിക്കുമ്പോൾ അവരുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. ആ സമയത്ത് മേടിക്കുമ്പോൾ ആ ഡിസ്കൗണ്ട് പ്രൈസിൽ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അത് ഇവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിലും അതുപോലെ ആപ്പിലും. വെബ്സൈറ്റിലും ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ maamaearth.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാത്തിലും ആപ്പിലായാലും വെബ്സൈറ്റിലായാലും ഈ ഒരു 20% കിട്ടും. ബാക്കി അവിടെ പോയാലും ഇത് കിട്ടില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്.
എപ്പോഴും എന്താ പറയാ ഡിസ്കൗണ്ടോ സെയിലോ കൂപ്പൺ കോഡ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ നമ്മൾ അവിടേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഡിസ്കൗണ്ട് ആട്ടോ, ഇന്ന് ഡിസ്കൗണ്ട്. അപ്പൊ ഒരു തവണ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടോ, അപ്പൊ എപ്പോഴും ഇങ്ങനെ നമുക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാലോ. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളിപ്പോൾ മാമർത്തിന്റെ ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടിപൊളി ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ഇവരുടെ ഈ മാമർത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവര് ഓരോ ദിവസം ചെല്ലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ബെറ്റർ ക്വാളിറ്റി നമുക്ക് എങ്ങനെ തരാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ള ഒരു ബെറ്റർ ക്വാളിറ്റി എങ്ങനെ തരാൻ പറ്റും എന്നുള്ളത്. എന്തായാലും ഞാൻ ഇതിന്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് ഷാംപൂന്റെ ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്, സേഫ് ആണ്, മെയ്ഡ് സേഫ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് കിടക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇതിൽ മെത്തിനാനും റോസ്മെരി ഇതാണ് നമ്മുടെ പിന്നെ നമ്മുടെ ഹെയറിലേക്ക് വർക്ക് ആവുന്നുണ്ടോ ഇത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ബാക്കി ഇതിന്റെ ബാക്കിലത്തെ ഇൻഗ്രീഡിയന്റിനെ കുറിച്ചൊന്നും ഞാൻ വായിക്കാൻ ഇരിക്കാറില്ല, അതാണ് സത്യം. കാരണം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ ഇത് മെയ്ഡ് സേഫ് ആണ്, നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും സേഫ് ആണ്, അതാണ് മെയിൻ കാര്യം എന്ന് പറയണത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഓയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ വെബ്സൈറ്റിൽ mamarth.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ആപ്പ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ കൂപ്പൺ കോഡ് ഉണ്ട്, എന്നാലാണ് ഈ ഒരു 20% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ കൂപ്പൺ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, SHELMY2025. ഈ കൂപ്പൺ കോഡ് അതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലോ പോയിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അത് ഇത് മേടിച്ചാലും അല്ലെങ്കിൽ മാമർത്തിന്റെ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും എന്തായാലും അടിപൊളി ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇനി ഓയിലിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.